നമസ്കാരം. വേതന പരിഷ്കരണത്തിനായി സർക്കാർ ജീവനക്കാരുടെ ഇടതുപക്ഷ സംഘടനകൾ മഹത്തായ പണിമുടക്ക് നടത്തിയ ദിവസമാണിന്ന്. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഫെബ്രുവരിയിൽ വേതന പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടും എന്തിനാണ് ഈ പണിമുടക്ക് എന്നതാണ് അത്ര മഹത്തരമല്ലാത്ത ഒരു ചോദ്യം. 5 വർഷ തത്വം പരിഗണിച്ചുള്ള ശമ്പള പരിഷ്കരണം നടപ്പാക്കുമ്പോൾ നമ്മുടെ സമരത്തിൻ്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില എട്ടുകാലി മമ്മൂഞ്ഞുമാരുടെ സമരമാണോ ഇത് എന്നതാണ് തീരെ മഹത്വമില്ലാത്ത മറ്റൊരു ചോദ്യം. ബാക്കിയുള്ള ചോദ്യങ്ങളും കുത്തിത്തിരിപ്പുകളും ആരംഭിക്കാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ദുരന്തങ്ങൾ ചിലർ കാണുകയേയില്ല, ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യും. എന്നാൽ മറ്റു ചിലപ്പോൾ അനിവാര്യമായ സാഹചര്യങ്ങളിൽ അവർക്ക് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാതിരിക്കാനും കഴിയില്ല. ഉദാഹരണത്തിന് എൻഡോസൾഫാൻ ഇരകളെ എടുത്തു നോക്കൂ. 1.5 ദശകത്തോളമായി ദുരിതമയമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഇരകളുടെ അടുത്തേക്ക് ആരൊക്കെ പോയി, ആരൊക്കെ പോയില്ല എന്ന് നോക്കൂ. ഏറ്റവും ഒടുവിൽ കേരള മാർച്ചിൻ്റെ ഐശ്വര്യ തുടക്കത്തിന് വേണ്ടി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിണറായിയുടെ പോക്കിനെക്കുറിച്ച് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻഡോസൾഫാനെക്കുറിച്ച് എനിക്കും ചിലത് പറയാനുണ്ടെന്ന് കാവ്യ മാധവൻ പറയുന്നത്. നമസ്കാരം കാവ്യ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ചിരിച്ചുകൂടെ എല്ലാവർക്കും? ചിരിക്കുന്നത് പിന്നെയും ആകാമല്ലോ. കാസർഗോട്ടുകാരിയായിട്ടും കാവ്യ മാധവന് എൻഡോസൾഫാൻ മേഖലയിലേക്ക് ഇത്രയും കാലം ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ലല്ലോ എന്ന് ഓർത്തുപോയതാണ്. അല്ല, ഇതിപ്പോ ഇത്രയും വർഷത്തിൽ കാസർഗോഡ് ജില്ലക്കാരി അയച്ച് ഇത്രയും കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. ശ്രീരാമന് വനവാസം പോലും ഇത്ര വേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ആലോചിച്ചാൽ എങ്ങനെ ചിരിക്കും? എൻഡോസൾഫാൻ ഇരകളുടെ ദുരിതം നാട് മുഴുവൻ കണ്ടതാണല്ലോ. കാവ്യ പക്ഷേ കാണാൻ വൈകി. സാമൂഹ്യ സേവനം സിനിമക്കാർ ഫാഷനായി കൊണ്ടു നടക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോഴാണ് കാവ്യക്ക് അവിടെ എത്താനുള്ള മനസ്സുണ്ടായത്. അതൊക്കെ ആലോചിച്ചാൽ തമാശ പറയുമ്പോൾ ചിരിക്കാൻ കഴിയുമോ? ഇതൊരു ഇതാന്ന് തോന്നല്ലേ, പ്രസ് ക്ലബിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചിരിച്ചുകൂടാന്നുള്ളത്. നമ്മളെല്ലാം ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ഞെട്ടൽ തന്നെയാണ് എപ്പോഴും പ്രസ് ക്ലബിനകത്തേക്ക് കയറുന്നതെന്ന് പറയുമ്പോൾ ഒരു ചങ്കിടിപ്പ് കൂടുന്ന സത്യം. എന്നിട്ട് ഈ വൈകിയ വേളയിൽ ഇരകൾക്ക് സഹായം നൽകുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിസിറ്റി, സിനിമകൾ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നൽ, സാമൂഹ്യ മുഖമുണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹം, ഇതിലേതെങ്കിലും ഒന്നാണോ? ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് അങ്ങനെ ഒരു എല്ലാവരും അറിയുന്ന ഒരു ചടങ്ങിൽ ഇത് ചെയ്യണം എന്നല്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാഗ്രഹിച്ചത് അത് നടക്കട്ടെ, നമ്മളൊരു തുക അതിലേക്ക് പോട്ടെ. അതിപ്പോൾ ആൾക്കാർ അറിയണമെന്നില്ലല്ലോ, നമ്മളെ തൃപ്തിക്കല്ലേ എന്നേ വിചാരിച്ചുള്ളൂ. അപ്പോൾ മാഷ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇത് വേറൊരാൾക്ക് പ്രചോദനമാവണമല്ലോ അല്ലേ? നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം, കാസർഗോഡ് ജില്ലയിൽ പെട്ട തന്നെ ഇത് എൻ്റെ ഒരു നല്ല മനസ്സായിട്ട് അങ്ങനെയൊന്നും അല്ല ഇതിനെ കാണേണ്ടത്. ഇത് ഞാൻ ഈ കാസർഗോഡ് ജില്ലക്കാരി എന്നുള്ള രീതിയിൽ എനിക്കിതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എവിടെയും നമുക്ക് കാണാൻ പറ്റും നമ്മളെ കാസർഗോഡുള്ള ആൾക്കാർ. അതും ജീവിതത്തിലായാലും തൊഴിൽപരമായിട്ടെല്ലാം നല്ല വിജയിച്ച അവസ്ഥയിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ ഒരുപാട് പേർക്ക് ഇതൊരു പ്രചോദനമാണ്. ഏത് വിധത്തിലാണ് പ്രചോദനമാകേണ്ടത്? നാട്ടിൽ ഒരു സംഭവം ഉണ്ടായാൽ 10-15 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ പരസ്യ ആവശ്യാർത്ഥം സഹായമുഖവുമായി വരണം എന്ന പ്രചോദനമാണോ? സുരേഷ് ഗോപി അടക്കമുള്ള ചില സിനിമാ പ്രവർത്തകർ കാലങ്ങളായി നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലും കാണാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരണം എന്നാണോ? അപ്പോൾ പിന്നെ ഇത്തരം പ്രകടനങ്ങളെല്ലാം കണ്ട് ചിരിച്ചു പോയാൽ കുറ്റം പറയാൻ കഴിയുമോ? നമ്മൾ പറയുമ്പോൾ ചിരിക്കൂല, അത് ഭയങ്കര എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ട് കുറേ നാളായി. പക്ഷെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയും ഉണ്ടായിട്ടില്ല. കന്നഡ കാര്യമൊന്നും പറഞ്ഞ് രക്ഷപ്പെടണ്ടപ്പാ. പറഞ്ഞതൊന്നും ഓർത്തു വെച്ചോളൂ. പിണറായി വിജയന് തൻ്റെ പ്രസ്ഥാനം ജനത്തിനൊപ്പം നിന്നു എന്ന ധൈര്യത്തിൽ എൻഡോസൾഫാൻ ബാധിത മേഖലകളിലേക്ക് നടക്കാം. എന്നാൽ കാവ്യയെ പോലുള്ളവർ ഇനിയെങ്കിലും ഇത്തരം സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. കാവ്യയുടെ ബോധം പോലെയല്ല പക്ഷേ സർക്കാരിൻ്റെ ബോധം. സർക്കാർ പല കാര്യങ്ങളിലും ജനത്തിന് ഉന്നത വിദ്യാഭ്യാസം തന്നെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേരളം 100% 4ാം തരം തുല്യതാ യോഗ്യത നേടിയെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത്. സമ്പൂർണ്ണ സാക്ഷരതയും കടന്ന് സമ്പൂർണ്ണ 4ാം ക്ലാസ് യോഗ്യരായത്രേ മലയാളികൾ. നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സംസ്ഥാനമായിരിക്കുകയാണ്. ഗോവിന്ദൻ പറ്റിയത് 150. ഗോവിന്ദൻ പറ്റിച്ചത് 150. ഞാൻ പറ്റിച്ചെന്നാ? ഇതെന്താ എത്തന്റെ കൃഷ്ണ? എഴുതി അങ്ങനെയാണെങ്കിലും വായിക്കേണ്ട അങ്ങനെയല്ല, ഗോവിന്ദൻ പറ്റിയെന്ന് തന്നെയാ. അക്ഷരത്തെറ്റാണല്ലേ, ഞാൻ പേടിച്ചു പോയി. 4ാം തരം വരെ എല്ലാവരും തുല്യത നേടിയിട്ടുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവാണ്.
അപ്പോൾ പ്രഖ്യാപനത്തിലേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ നാട്ടുകാരൊക്കെ പഠിച്ചെങ്കിലും മന്ത്രിമാരെ പോലെ ചിലരൊക്കെ ഇപ്പോഴും നിരക്ഷര 4ാം ക്ലാസ്സുകാരായി തുടരുകയല്ലേ? അങ്ങനെ വരുമ്പോൾ അത് 100% എന്ന് പറയാൻ കഴിയുമോ? ചോദ്യം കറക്റ്റാണ്. പക്ഷെ നമുക്ക് അത് മനുഷ്യ സാധ്യമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കും. എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. അതായത് 90% നമ്മൾ ഏകദേശം 100% കണക്ക് കൂട്ടണം. അക്ഷരം മലയാളം തന്നെയാ. ദാ ഒന്നിങ്ങ് വന്നേടാ മോനെ ശമ്പുകൂട്ട, ഇതൊന്ന് വായിച്ചേ. കിട്ടിയതൊക്കെ വായിച്ച് പഠിക്കുന്ന മാഷ് പറഞ്ഞു. ഇതിപ്പോൾ എന്താ പറയുക, പകുതിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി പകുതി ചെയ്യേണ്ടത് ഈ പഠിതാവാണ്. വഴിന്ന് കിട്ടിയ പേപ്പറാ. ഓ, വായിച്ചു കുടുങ്ങിപ്പോയി. മടു പബതു പടട ലഗാർ അനതരി ചജടു എന്ന് പറഞ്ഞാൽ എന്താ? പഠിതാവ് ഞാൻ പഠിക്കൂല എന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എവിടെ നോക്കട്ടെ, എന്താ വായിച്ച? മടു പബതു പടട ലഗാർ അനതരി ചജടു എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ആ രീതിയിലാണ്. അതുപോലെ വളരെ ഈ റിമോട്ട് ഏരിയയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ ഒറ്റയും തെറ്റിയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വിട്ടുപോകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. പക്ഷേ 90ന്റെ മേലെ കടന്നാൽ തന്നെ നമുക്ക് 100% എന്ന് പറയാം. ഏതൊരു യജ്ഞവും അങ്ങനെ പറ്റൂ. നമ്മൾ 100% എന്ന് പറയുമ്പോൾ 100%. മടു പബതു പടട ലഗാർ അനതരി ചജടു എന്ന് പറഞ്ഞാൽ എന്താ? 30 പട്ടാളക്കാർ അന്തരിച്ചു പുതിയ ലിപിയ. അയ്യോ, ഇങ്ങനെയൊക്കെ വായിച്ചു മലയാളത്തെ കൊല്ലല്ല. ഇപ്പം നമ്മളിവിടെ ഇപ്പം തിരുവനന്തപുരം സിറ്റി 100% മാലിന്യമുക്തമാക്കാൻ പോകുന്നു. എവിടെയെങ്കിലും ഒരു കോർണറിൽ എന്തെങ്കിലും 2 മാലിന്യം കിടന്നാൽ അത് മുഴുവൻ സമ്പൂർണ്ണമായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. അതായത് ഈ കിഴക്കേ പള്ളിയുടെ മണിമാളികയുടെ മുറ്റത്ത് വെച്ച് അവസാനത്തെ വരി ആശാൻ വായിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അബ്ദുറബ്ബ് മലയാളികളെ മുഴുവൻ 4ാം ക്ലാസ് യോഗ്യതയുള്ളവരാക്കുമ്പോഴാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പഴയൊരു പ്രസ്താവനയുടെ ക്ഷീണവും പേറി വരുന്നത്. ലിംഗനീതിക്കെതിരായ പ്രഖ്യാപനത്തെ വിമർശനപൂർവ്വം നേരിട്ടവരോടാണ് കാന്തപുരത്തിന്റെ വെല്ലുവിളി. സ്ത്രീകൾക്ക് സംവരണമൊന്നും വേണ്ട, അവരുടെ പണി പ്രസവിക്കലാണ് എന്ന പ്രഖ്യാപനം മതപരമാണെന്നും അതുകൊണ്ട് മതത്തെ തൊട്ട് കളിക്കരുത് എന്നും വളച്ചുപിടിച്ച് കാന്തപുരം പറഞ്ഞു കളഞ്ഞു. തൻ്റെ കോലം കത്തിച്ചവർ മതത്തെ വെല്ലുവിളിക്കാൻ തയ്യാറാകുമോ എന്ന മറ്റൊരു വെല്ലുവിളിയും തിരിച്ചു നടത്തുന്നുണ്ട്. കഴിയാവുന്നത്ര മതവികാരത്തെ ഇങ്ങനെ ഇളക്കിവിടാൻ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ വാർത്താക്കുറിപ്പും കാന്തപുരം ഇറക്കിക്കളഞ്ഞു. താനാണ് മതം എന്ന് നേരിട്ട് പറഞ്ഞില്ല എന്നേയുള്ളൂ. ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. മതത്തെ സംബന്ധിച്ച് പറയാൻ അധികാരമുള്ളവർ മതപണ്ഡിതന്മാരാണ്. അവരത് പറയട്ടെ. അല്ലാത്തവർ അവരുടെ വഴി നോക്കണം. അവർ മതത്തിലേക്ക് കാര്യമൊന്ന് പറയാൻ വരണ്ട. മതം പഠിക്കാത്ത നീ ഏതെങ്കിലും 2 വാക്ക് പറയാൻ പഠിച്ചത് കൊണ്ട് ചാനലിൽ കയറി ആലിമ്യങ്ങളെ ചീത്ത പറയാൻ, പരിഹസിക്കാൻ, കളിയാക്കാൻ നീ വന്നാൽ ഞാനോ? ഞാൻ വന്നാൽ എന്തു ചെയ്യും? നിന്നെ ശരിക്ക് ഈ ലോകം വിടുകയില്ല. അയ്യോ, അപ്പോ എനിക്കത് പ്രശ്നമാവില്ലേ? എനിക്ക് പ്രശ്നമായാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഓട്ടോ കത്തിച്ചാലും സ്വന്തം ശരീരം തന്നെ കത്തിച്ചാലും ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം, ഞങ്ങളുടെ അഖീദ, ഞങ്ങളുടെ വിശ്വാസം അത് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല. ആരും അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്ത് കീലേരി അച്ഛനും പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി, അടിച്ചമർത്തി കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തുന്നവൻ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടു പോകും. സംശയിക്കണ്ട. വളരെയധികം ഭയപ്പെട്ടോ. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. അതുപോലെ മതത്തെ സംബന്ധിച്ച് ഒരു ചുക്കും പഠിക്കാത്തവരുമാണ് ചാനലുകളിൽ
ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ചിലർ, ആരെങ്കിലും പത്രക്കാർ പിടിച്ചെടുക്കുന്നുവെങ്കിൽ ചിലർ എന്നത് വിട്ടുപോകണ്ട. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ. പക്ഷേ മറ്റു ചിലർ ഇവിടെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കണം, പ്രശ്നമുണ്ടാക്കണം എന്ന് മാത്രം കരുതി തെറ്റായ നിലക്ക് റിപ്പോർട്ട് ചെയ്യുകയും തെറ്റായ നിലക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഖേദകരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എടാ, പട്ടാളത്ത് പോയി പൊളിച്ച് അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് തന്നെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ. ചാനലിൽ കയറി ആലിമ്യങ്ങളെ ചീത്ത പറയാൻ, പരിഹസിക്കാൻ, കളിയാക്കാൻ നീ വന്നാൽ നിന്നെ ശരിക്ക് ഈ ലോകം വിടുകയില്ല. ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. സാമൂഹ്യ വിഷയങ്ങളിൽ പിന്തിരിപ്പൻ അഭിപ്രായം തട്ടിവിടുകയും വിമർശനം വരുമ്പോൾ എല്ലാം അങ്ങ് മതത്തിന്റെ തലയിൽ കയറ്റിവെച്ച് വിശ്വാസികളെ കൂടെ നിർത്തുകയും ചെയ്യുന്നത് നല്ല ഏർപ്പാടാണ്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൂടെ എന്ന പരിഷ്കൃത ചോദ്യം കോടതി പോലും ചോദിക്കുമ്പോഴാണ് ചിലരൊക്കെ വിരുദ്ധ യുക്തികളുമായി കടന്നു വരുന്നത്. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് വെല്ലുവിളി. കേരളത്തിലെ 3 സെൻട്രൽ ജയിലും ധൻവരാശാല തറവാട് പോലെയാണ്. നമ്മളൊക്കെ ഇനിയും കാണാനുള്ളവരല്ലേ. നല്ല അടി കിട്ടുമ്പോ അവന്റെ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. ചൊറിച്ചിൽ മരുന്ന് അടിയല്ലല്ലോ, ഓയിൻമെന്റ് അല്ലേ. ഈ ഉമ്മാക്കി ഒന്നും വേണ്ട, ഈ പിണറായി വിജയന്റെ ഉമ്മാക്കി വേണ്ട.